കേരളത്തിന്റെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമുണ്ടാകുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടു. അത് കൈരളി ടിവിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് പങ്കുവച്ചത്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കുവാൻ വരുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ അയച്ചു എന്നുള്ളതായിരുന്നു അത്. എന്തായാലും കേരളത്തിലെ കായിക വകുപ്പ് ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ വരുന്ന ദിവസങ്ങളിൽ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു ചർച്ച നടക്കുവാൻ പോവുകയാണ്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് നന്നായി അറിയാം കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെക്കുറിച്ചും. ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകർ മെസ്സിയെ സ്നേഹിക്കുന്നതും മെസ്സിയുടെ ടീമിനും അർജന്റീനയ്ക്കും കൊടുക്കുന്ന ആ വലിയൊരു ആദരവിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ പല ആവർത്തി ഈ താരങ്ങളും അസോസിയേഷനുമൊക്കെ കേരള ഫുട്ബോൾ ആരാധകർക്ക് നന്ദി പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ ആരാധക സമൂഹത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങോട്ട് മെയിൽ അയച്ചിപ്പോൾ കേരളത്തിൽ കളിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉള്ള വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ വരണമെന്നും ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കണമെന്നും അവർ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് മെയിൽ അയക്കുകയും ചർച്ചകൾ നടത്തുവാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. പക്ഷേ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഈ വിഷയത്തെ തിരസ്കരിക്കുകയായിരുന്നു. മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. അതിനോടുള്ള ബന്ധത്തിൽ പല കടമ്പകളും കടക്കേണ്ടി വരും എന്ന് തന്നെ മന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ അവർക്ക് കേരളത്തിൽ വരുവാനാണ് താല്പര്യം എന്ന് പറഞ്ഞതായും മന്ത്രി പങ്കുവച്ചു. ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ കേരളത്തിൽ ഇടിച്ചുകുത്തി മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ അതിന് ആ സമയത്ത് ഒരു അനുകൂല ഘടകമായിരിക്കില്ല. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും അദ്ദേഹം അവസാനമായി നൽകുന്ന ഉറപ്പിതാണ്, വിദേശ ഫുട്ബോൾ താരങ്ങളും ക്ലബ്ബുകളും ഇവിടെ വരും, കേരളത്തിൽ അവർ പന്ത് തട്ടും. മന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് കേരള ഫുട്ബോൾ അസോസിയേഷനും കേരളത്തിലുള്ള ഫുട്ബോൾ പ്രേമികൾക്കുമെല്ലാം ഒരു വലിയ അംഗീകാരമായിരിക്കും, അനുഗ്രഹമായിരിക്കും. വീഡിയോ അവസാനിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.